കെയർലെസ് ആയിട്ടുള്ള ഡ്രൈവ് ആയിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. അതുമൂലം ഒരു വ്യക്തി മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടായി. അതുകൊണ്ട് നെഗ്ലിജൻസിന് കേസ് എടുക്കുകയും ഇത് 2 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഹലോ ഹായ്, വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. ഒരു ജീവന്റെ വില 5000 രൂപയാണോ? പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല, കണ്ണൂരിൽ നടന്ന ഒരു സംഭവമായിരുന്നു. ഒരു വണ്ടി ഒരു ആംബുലൻസിന് വഴി കൊടുക്കാതെ ഇരുന്ന് അതിലുണ്ടായ രോഗി മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് അതൊരു ഡോക്ടറാണ് ആ വഴി കൊടുക്കാതെ വണ്ടി ഓടിച്ച വ്യക്തി എന്നാണ്. ഈ വ്യക്തിക്ക് 5000 രൂപ ഫൈൻ ചെയ്യുകയും ഈ വ്യക്തി പറഞ്ഞിട്ടുള്ളത് ഞാൻ കണ്ടിട്ടില്ല എന്നൊരു കാര്യമാണ് പോലീസിനോട് ഈ വ്യക്തി ഇപ്പോൾ വിവരിച്ചിട്ടുള്ളത്. എന്നാൽ നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഈ വ്യക്തി അത് കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യം. ഹൃദയാഘാതമുണ്ടായ രോഗിയുമായി തലശ്ശേരി. മറ്റു വണ്ടികളൊക്കെ മാറിക്കൊടുക്കുന്ന കണ്ടിട്ടും ഇത്രയും സൈറൻ അടിച്ചിട്ടും ആ വ്യക്തി അത് കണ്ടിട്ടില്ല, അത് നോട്ടീസ് ചെയ്തിട്ടില്ല എന്നാണ് ആ വ്യക്തി പറയുന്നത്. എന്നാൽ ഇതിനെക്കുറിച്ച് നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ കൂടുതലായിട്ട് വ്യക്തമാവില്ലെങ്കിലും ഈ ആംബുലൻസ് ഡ്രൈവറുടെ വാക്കുകൾ നമുക്ക് കേട്ടു നോക്കാം. തലശ്ശേരി നാനാർ റോഡ് വെച്ചാണ് ഒരു കാറുകാരൻ 3 പ്രാവശ്യം കാറുകാരൻ ഒതുക്കാൻ സ്ഥലം ഉണ്ടായിട്ടും നമ്മളെ സൈഡ് തന്നിട്ടില്ല. 4 പ്രാവശ്യം ഇങ്ങനെ തന്നെ കളിപ്പിച്ച് കളഞ്ഞു. ഹോസ്പിറ്റലിലെത്തി കേസുകളുടെ കേട്ട് അനുഭവിച്ചുകൊണ്ട് ഉമ്മ മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് നമുക്ക് പറഞ്ഞത്. വളരെ വിഷമമുണ്ട്. എന്ന് വെച്ചാൽ ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ല. ആ കാറുകാരന് ഒതുക്കാൻ ഇഷ്ടംപോലെ സ്ഥലവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്നിട്ടും അയാൾ വണ്ടി ഒതുക്കുന്നു. എന്നാൽ കാരണം എന്നറിയില്ല, എവിടെയില്ല ആളാണെന്ന് അറിയില്ല. വണ്ടി നമ്പറും ഡീറ്റെയിൽസെല്ലാം വെച്ചിട്ട് പരാതി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മറ്റൊരു കതിരൂർ സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നുണ്ട്. നമ്മളെക്കാളും മുമ്പിൽ ഈ വണ്ടി പോകണമെന്നുള്ളൊരു കാഴ്ചപ്പാടാണ് സംഭവിച്ചത്. അയാൾ മനഃപൂർവ്വം ചെയ്തതാണെന്നോ എനിക്ക് എൻ്റെ സംബന്ധിച്ച് മനഃപൂർവ്വം ചെയ്തതാണ് തോന്നുന്നത്. ഈ വ്യക്തിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതുപോലെയാണ് ഈ വ്യക്തിക്ക് തോന്നിയിട്ടുള്ളത് എന്നാണ്. ഈ വ്യക്തിയാണ് ആ ആംബുലൻസിന്റെ ഡ്രൈവർ എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ജീവൻ തൊട്ടറിഞ്ഞ വ്യക്തിയാണെന്നാണ്. അത്രയും വാല്യൂ, ജീവന്റെ വാല്യൂ അറിയുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ എന്ന് പറയുന്നത്. ആ ഒരു വ്യക്തി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 5000 രൂപ ഫൈൻ മാത്രം അടച്ചാൽ മതിയോ? കാരണം ഈ രോഗി മരണപ്പെട്ട ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം BNS ഭാരതീയ ന്യായ സംഹിതയിലെ 106 പ്രകാരം കെയർലെസ് ആയിട്ടുള്ള ഡ്രൈവ് ആയിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. അതുമൂലം ഒരു വ്യക്തി മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടായി. അതുകൊണ്ട് നെഗ്ലിജൻസിന് കേസ് എടുക്കുകയും ഇത് 2 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി ഈ ഒരു പ്രൊസീജിയറിൽ കേസ് എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം, മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു ആംബുലൻസിന് വഴി കൊടുത്തിട്ടില്ലെങ്കിൽ ആ വ്യക്തിക്ക് 10,000 രൂപ വരെ ഫൈനോ അല്ലെങ്കിൽ 6 മാസം വരെ ജയിൽ ശിക്ഷയോ ലഭിക്കേണ്ടി വരും. ഇതിൽ ജയിൽ ശിക്ഷ തന്നെ കൊടുക്കേണ്ടതാണ്. കാരണം എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി ഡോക്ടർ ആയതുകൊണ്ട്, ഞാൻ മുമ്പേ പറഞ്ഞു ജീവന്റെ വില അറിയുന്ന ഒരു വ്യക്തിയാണെന്നുള്ളൊരു കാര്യം. അപ്പൊ ആ ഒരു വ്യക്തി ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. And thanks for watching me and stay tuned for another video. Okay, thank you.